ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ എന്ന ഭാഗമാണ് വിശദീകരിച്ച്. നമ്മൾ സുപ്രധാനമായൊരു മസാല പറഞ്ഞത് എന്തേന്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരായിട്ട് റിജാൽ പുരുഷന്മാരെ മാത്രമാണ് അയച്ചത്. പക്ഷേ നബിമാരായി സ്ത്രീകൾ നിയോഗിതരായിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ വിഷയമാണ് നമ്മൾ വിശദീകരിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും റസൂലുമാരായിട്ട് പുരുഷന്മാരാണ് നിയുക്തരായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊരുൾ, യുക്തി, റസൂൽമാരാകുമ്പോൾ അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധ ബാധ്യതയല്ല. അതിൽ രാപ്പകൽ ഭേദമന്യേ പരസ്യമായും രഹസ്യമായും ഇതെത്തിക്കേണ്ട ബാധ്യത ഉണ്ട് റസൂൽമാർക്കും. പിന്നെ തശ്രീഫിനനുസരിച്ച് തക്ലീഫ് കൂടുന്നതാണ്. തശ്രീഫ് എന്ന് പറഞ്ഞാൽ സ്ഥാനം കയറ്റത്തിനനുസരിച്ച് തക്ലീഫ് ബാധ്യതകൾ കൂടും. അപ്പോൾ പിന്നെ ഈ രാപ്പകലുകൾ ഭേദമിന് കാലയിൻ റബ്ബി നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ അല്ലെ, ലൈലൻ വനഹാറ നബിമാർ കൃത്യമായിട്ട് റസൂലുമാർ നിർവഹിക്കുന്നതല്ല. അപ്പോൾ സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ ഒരു സാഹസം പല കാരണങ്ങളാൽ അവർക്ക് സാധ്യമാവില്ല. പിന്നെ ശാരീരികമായിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള അവരുടെ ചില സവിശേഷതകൾ, ചില പ്രത്യേകതകൾ, വ്യതിരക്തതകൾ, അതൊന്നും എന്ത് ചെയ്യില്ല ഈ ഒരു തീവ്രമായ യജ്ഞത്തിന്, അതേപോലെ മാതൃകാപരമായിട്ട് വർത്തിക്കേണ്ട ഒരു ദൗത്യത്തിന് സഹായകമാവില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ റസൂലുമാരായിട്ട് നിയുക്തരാക്കിയതും എന്നുള്ളതാണ്. നബിമാരുടെ വിഷയത്തിൽ നമ്മൾ പറയുക ചെയ്തത് എൻ്റെ മസാലകൾ പറഞ്ഞു. ഇവിടെ ഒരു മസാല പിന്നെയുള്ളത് നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി പുങ്കവന്മാരെ അല്ലെങ്കിൽ റസൂലുമാരെ നിയുക്തമാക്കിയത് എവിടെ നിന്നാണ്? മിൻ അഹ്ലിൽ ഖുറ എന്നാണ്, പട്ടണങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വലിയൊരളവ് പണ്ഡിതന്മാർ പറഞ്ഞത് എവിടുന്നും നബിമാർ വന്നിട്ട് റസൂലുമാർ വന്നിട്ടില്ല. ഗ്രാമീണതയിൽ നിന്ന് റസൂലുമാർ നിയുക്തരായിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഗ്രാമീണതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പരിമിതികളുണ്ട്. ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അവരുടെ പിന്നെ സ്വഭാവം, പ്രകൃതം ഒക്കെ ഈ നഗരവാസികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അജ്ഞത നഗരവാസികളെ അപേക്ഷിച്ചിട്ട് ഗ്രാമീണതയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നബിമാരാകുമ്പോൾ അവർ മാതൃകാ പുരുഷന്മാരാണ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വിജ്ഞാനത്തിലുമൊക്കെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാദിയയിൽ നിന്ന്, ബദുവിൽ നിന്ന്, ഗ്രാമീണതയിൽ നിന്ന് നബിമാരെ റസൂലുമാരെ നിയുക്തരാക്കാതെ ഖറിയകളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന് റസൂലുമാരെ നിയുക്തരാക്കിയത് എന്നാണ് അവിടെ അതിലെ പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ അതിനെ ചിലർ വിമർശിച്ചിട്ടുണ്ട്, നിരൂപിച്ചിട്ടുണ്ട്, അഭിപ്രായത്തിൽ നിരൂപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പിന്നെ ഗ്രാമീണതയിൽ നിന്ന് റസൂലുമാർ നിയുക്തരായിട്ടുണ്ട്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതാണ് അതിലുള്ള മസാല. ഇനി നമുക്ക് അതിൻ്റെ തുടർച്ചയിൽ അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വലദാറുൽ ആഖിറതി ഖൈറുൻ ലില്ലദീന ഇത്തഖൗ അഫലാ തഅഖിലൂൻ. അഫലം യസീറു ഫിൽ അർദ്, എന്താ അസൈറു ഫിൽ അർദ്? ഭൂമിയിലുള്ള സഞ്ചാരം. അസൈറു ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കുക. ഭൂമിയിൽ സഞ്ചരിക്കുന്നതിന് വേറൊരു പദം പ്രയോഗം, വേറൊരു ശൈലിയില്ല വിശുദ്ധ ഖുർആനിൽ. അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. ഈ ശൈലിയിൽ വേറെ ആയത്തുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പല സൂറത്തിൽ പഠിച്ചു പോയിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചു പോയ സൂറത്തുകൾ തന്നെ ഉണ്ട്. ഇത് ഒന്ന് സൂറത്ത് ഗാഫിർ. സൂറത്ത് ഗാഫിറിൽ 2 തവണ വന്നിട്ടുണ്ട് അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന. പിന്നെ സൂറത്ത് ഫാത്തിറിൽ, നമുക്ക് സൂറത്ത് റൂമിൽ വരാനിരിക്കുന്നു, സൂറത്ത് യൂസുഫിൽ, സൂറത്ത് ഹജ്ജിൽ
സൂറത്ത് ഹജ്ജിൽ. സൂറത്ത് മുഹമ്മദിൽ അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹ. സൂറത്ത് മുഹമ്മദിൽ. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. അതിൽ സൂറത്ത് ഹജ്ജിൽ അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം അഫലം യസീറു ഫിൽ അർള് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ വആദാനുൻ യസ്മഊന ബിഹാ ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ്സുദൂർ. അങ്ങനെ ആ രീതിയിലാണ്. എന്തായാലും അതൊരു വിഷയമാണ്. ഞാനത് പറയലേക്ക് വരാം. ഇവിടെ അസ്സൈറു ഫിൽ അർള് ഭൂമിയിൽ സൈർ സഞ്ചരിക്കുക. ഇതേപോലെ ഭൂമിയിൽ സഞ്ചരിക്കുന്നതിന് മറ്റൊരു പ്രയോഗമാണ് അബ്ബർബു ഫിൽ അർള്. അല്ലേ? എവിടെയാണ് വന്നിട്ടുള്ളത്? അബ്ബർബു ഫിൽ അർള് വആഖറൂന യദ്രിബൂന ഫിൽ അർള് യബ്തഗൂന മിൻ ഫദ്ലില്ലാ. വേറെ സ്ഥലത്തുണ്ട് ഇദാ ദറബ്തും ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഇദാ ദറബ്തും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ. അപ്പോൾ ദർബ് ഫിൽ അർള് ഭൂമിയിൽ സഞ്ചരിക്കലാണ്, അസ്സൈറു ഫിൽ അർള് ഭൂമിയിൽ സഞ്ചരിക്കലാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് അഫലം യസീറു ഫിൽ അർള്, അവർ അർദിൽ നാട്ടിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഫയൻദുറു അവർക്ക് യൻദുറു എന്താ നോക്കിക്കാണാം, നിരീക്ഷിക്കാം. എന്ത്? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, കൈഫ കാന എങ്ങനെയായിരുന്നു ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം തങ്ങളുടെ മുമ്പുള്ളവരുടെ ആഖിബത്ത് പര്യവസാനം. ആഖിബത്ത് അതവർക്ക് നോക്കി കാണാൻ പറ്റും. ഇവിടെ ഈ തുടർച്ചയിൽ ഈ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്നത് ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുന്ന വിഷയമാണ് ഇതിൽ വന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈ കളിയാക്കൽ അത് അന്ത്യപ്രവാചകൻ മാത്രം പരിമിതമായൊരു വിഷയമല്ല. പിന്നെ ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ഖുറയിൽ നിന്ന് വഹി നൽകി. പുരുഷന്മാരെ മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത്. ആ പുരുഷന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കളവാക്കി എന്ന് പറഞ്ഞില്ല. പിന്നെയോ കളവാക്കി എന്ന് പറയാതെ അല്ലാഹു എന്താ പറഞ്ഞത്? ഇതാ പറഞ്ഞത് അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. കളവാക്കിയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷയ്ക്ക് വിധേയരായ ജനവിഭാഗം ഇവർ നടന്നു പോണ നാട്ടിലാണ്, ഇവർ നടന്ന് സഞ്ചരിക്കുന്ന നാടുകളിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പിന്നെ അവർ കളവാക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈ റസൂലുമാരെ കളവാക്കപ്പെട്ടു. ആ കളവാക്കിയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷിച്ചത് ഇവിടെ ആരെ? അവരുടെ നാടുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മക്കക്കാർ ഇടം വലം നടന്നു പോണത്. മനസ്സിലായേ? സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അഫലം യസീറു ഫിൽ അർള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ നിയുക്തമാകുന്ന കാലഘട്ടത്തിൽ അറബികൾ സഞ്ചാരികളാണ്, യാത്രക്കാരാണ്. അവർ മക്കയിൽ നിന്ന് പലയിടത്തേക്ക് പല ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ളാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം. ഈ ഹാഷിമിൻ്റെ സഹോദരങ്ങൾ 4 പേരാണ് അവർ. ഹാഷിം, നൗഫൽ, അബ്ദുഷംസ്, മുത്തലിബ്, നൗഫൽ, അബ്ദുഷംസ്, ഹാഷിം 4 പേരാണ്. ഈ 4 പേര് 4 സ്ഥലങ്ങളിലേക്ക് സഞ്ചാരികളായിരുന്നു. ഒരാൾ ഇറാഖിലേക്ക്, ഒരാൾ നജാഷിയുടെ അടുക്കലേക്ക് ആഫ്രിക്കയിലേക്ക്, ഒരാൾ യമനിലേക്ക്, ഒരാൾ ഷാമിലേക്ക് യാത്രക്കാരാണ്. എന്തിനാണ് യാത്ര പോയിരുന്നത്? അവരുടെ കച്ചവട സാധനങ്ങളുമായിട്ട് കൊള്ളക്കൊടുപ്പിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അവർ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോകും, എന്നിട്ട് അവിടുന്ന് കൊള്ളും, അവിടെ കൊടുക്കും, അങ്ങനെ സഞ്ചാരിക്കും. ആ പതിവാണ് അറബികൾക്കന്ന്. പ്രത്യേകിച്ച് ആൺമക്കൾ, പുരുഷന്മാർ അവർ മക്കയിലുണ്ടാവില്ല. കാരണം എന്താ? പുരുഷന്മാരെല്ലാവരും മക്കയിൽ തന്നെ തങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പക്ഷി അടക്കം വകുപ്പില്ല. വളരെ വിരളം. വലീദ് ബിനുൽ മുഗീറ അൽ മഖ്സൂമി, അയാളുടെ മക്കളെക്കുറിച്ച് എന്താ പറഞ്ഞത്? വബനീന ശുഹൂദ. എന്താ? അയാളുടെ മക്കൾക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല, യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ? അയാൾ മക്കയിൽ സ്വയം പര്യാപ്തനായിരുന്നു.
അതുകൊണ്ട് തന്നെ അയാളുടെ മക്കൾ അങ്ങനെ കച്ചവട സംഘമായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല, അയാളെ വിട്ടു പോകേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു സാമ്പത്തിക ഭദ്രത അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന കാരണവർക്ക് നൽകിയിരുന്നു. പക്ഷേ എന്നിട്ടും അയാളെ കളവാക്കിയ വിഷയമാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ മക്കയിൽ നിന്ന് സഞ്ചാരികളാണ്. എവിടേക്കാണ് സഞ്ചരിക്കുന്നത്? യമനിലേക്ക് പോകും. അവർക്ക് അഹ്കാഫ്, ആദ് ഗോത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനാൽ ശിക്ഷിച്ച അവരെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ അവർ സമൂദ് ഗോത്രം വസിച്ചിരുന്ന നാടുകളിലൂടെ പോകും. ഹിജ്ർ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഘോര ശബ്ദം കൊണ്ട് അള്ളാഹു നശിപ്പിച്ച വിഭാഗമാണ് സമൂദ്. അതിലൂടെ അവർ കടന്നു പോകും. അതേപോലെ തന്നെ ആ സമൂദിനെ വിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അൽ മുഅ്തഫികാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസ്ഫ് കൊണ്ട്, ഹസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമി പുലർത്തി, അതേപോലെ തന്നെ റജ്ഫത്ത് പ്രകമ്പനം കൊണ്ട്, അതേപോലെ തന്നെ ചെരൽ മഴ കൊണ്ട്, കല്ലിൻ്റെ മഴ കൊണ്ടൊക്കെ ശിക്ഷിച്ച ആളുകൾ സദൂം ഗോത്രക്കാർ, അതൊക്കെ ഇവരുടെ വഴികളിലാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഫലം യസീറു ഫിൽ അർദ്, നാട്ടിൽ അവർ സഞ്ചരിക്കുന്നില്ലേ, ഫയൻദുറു, എന്നിട്ട് അവർക്ക് നിരീക്ഷിക്കാൻ, നോക്കിക്കാണാൻ മാത്രം അവർ സഞ്ചാരികളല്ലേ. എന്ത്? കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ ആഖിബത്ത്, പര്യവസാനം അത് എങ്ങനെയായിരുന്നു എന്ന്. അവരൊക്കെ കളവാക്കി, അപ്പോൾ അവർക്ക് എന്തുണ്ടായത് എന്നുള്ളത് അവർക്ക് കാണാൻ മാത്രം പാഠങ്ങൾ ഈ മക്കക്കാർക്ക് അറേബ്യൻ ഉപദ്വീപിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലദാറുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന തഖൗ അഫലാ തഅഖിലൂൻ. ഇവിടെ എന്താ? വലദാറുൽ ആഖിറ, അദ്ദാറുൽ ആഖിറ എന്നാണ്. ദാറുൽ ആഖിറത്തി എന്നത് ഈ നിസാഉൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞില്ലേ, നിസാഉൽ മുഅ്മിനാത്ത്, അന്നിസാഉൽ മുഅ്മിനാത്ത് എന്നാണ്, അന്നിസാഉൽ മുഅ്മിനാത്ത്. അതിനകത്ത് എങ്ങനെ വായിക്കുക? നിസാഉൽ മുഅ്മിനാത്ത്. മസ്ജിദുൽ ജാമിഅ എന്ന് പറയും, മസ്ജിദുൽ ജാമിഅ. എന്താ ഉദ്ദേശം? അൽ മസ്ജിദുൽ ജാമിഅ. ഞാൻ പറയാം, അത് ശുദ്ധ ഭാഷയാണ്. ചിലത് ഈ ഭാഷാപ്രയോഗങ്ങളെ നിരൂപിക്കൂ, അത് ഇത്തരം സാക്ഷരത അല്ലാത്തതുകൊണ്ട് വരുന്നതാണ്. ഏതായാലും ഇവിടെ ദാറുൽ ആഖിറത്തി എന്ന് പറഞ്ഞാൽ അദ്ദാറുൽ ആഖിറ, സ്വർഗ്ഗമാണ് ഉദ്ദേശം, സ്വർഗ്ഗമാണ് ഉദ്ദേശം. അല്ലാഹു ജന്ന അഹ്ലുൽ ജന്ന. വലദാറുൽ ആഖിറ എന്ന് പറഞ്ഞാൽ സ്വർഗമാകുന്നു, ല തോക്കിയതിന് വേണ്ടി. ഖൈറുൻ, ഉത്തമം. ആർക്ക്? ലില്ലദീന തഖൗ, ലില്ലദീന തഖൗ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക്. ലില്ലദീന തഖൗ, വലദാറുൽ ആഖിറത്തി ഖൈറുൻ ലില്ലദീന തഖൗ, തഖ്വയുള്ളവർക്ക് ഏറ്റവും ഉത്തമമായത് സ്വർഗമാകുന്ന പ്രതിഫലമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നബിമാരെ കളവാക്കിയവർ ഉണ്ടല്ലോ, അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് എന്ത് എന്നുള്ളത് അല്ലാഹു പറഞ്ഞില്ല, എന്തെന്ന് പറഞ്ഞില്ല. അതേസമയം ഇവിടെ എന്ത് എന്ന് പറഞ്ഞു ആർക്ക്? ലില്ലദീന തഖൗ അല്ലേ, അവർക്ക് സ്വർഗ്ഗാണ് എന്ന് പറഞ്ഞു. സ്വർഗം ആർക്കാണ്? സ്വർഗം ഈ നബിമാരെ പിൻപറ്റിയവർക്കാണ്, നബിമാരെ പിൻപറ്റിയവർക്കാണ് വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലദീന തഖൗ എന്ന് പറഞ്ഞത്. നബിമാരെ പിൻപറ്റിയവർക്കാണ് സ്വർഗം എന്നുള്ളിടത്ത് സ്വർഗം എന്ന് അള്ളാഹു പറഞ്ഞു, നബിമാരെ പിൻപറ്റിയവരെന്ന് പറഞ്ഞില്ല. അതേസമയം ഇവിടെ നബിമാരെ കളവാക്കിയവർ എന്ന് പറഞ്ഞു, അവർക്ക് എന്ത് എന്ന് പറഞ്ഞില്ല. സാഹിത്യത്തിൽ തന്നെയാണ് അൽ ഇഹ്തിബാഖ് എന്ന് പറയുക, ഇഹ്തിബാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ശൈലിയിൽ ഉണ്ടല്ല, ഈ ശൈലിയിൽ മനസ്സിലാക്കാനുള്ളത് ഇവിടെ സ്വർഗമുണ്ട്. ആർക്കാ സ്വർഗം? മുത്തഖീങ്ങൾ, നബിമാരെ പിൻപറ്റിയവർക്ക് എന്നുള്ളതാണ്. നബിമാരെ പിൻപറ്റിയവരെന്ന് പറഞ്ഞില്ല, പക്ഷെ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നബിമാരെ കളവാക്കിയവരെ കുറിച്ച് പറഞ്ഞ് അവർക്ക് എന്താണ്? അവർക്ക് നരകമാണ്, അവർക്ക് ശിക്ഷയാണ്. അതെന്തെന്ന് ഇവിടെ പറഞ്ഞില്ല. അത്തരം ശൈലികൾക്കാണ് സാഹിത്യത്തിൽ അൽ ഇഹ്തിബാഖ് എന്ന് പറയുക. അതൊരു അത്ഭുത ശൈലിയാണ്. വിശുദ്ധ ഖുർആനിൽ അത് പലയിടത്തും പരാമർശമാണ് ഇങ്ങനെ. നോക്കി നിങ്ങളിവിടെ അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടായ ശിക്ഷയെക്കുറിച്ച് പറയേണ്ടതില്ല. കാരണം എന്താ? അത് മനസ്സിലാകും ഈ ഇത് പ്രയോഗിച്ചതിലൂടെ, ഈ വലദാറുൽ ആഖിറ എന്ന് പ്രയോഗിച്ചതിലൂടെ. ഈ വലദാറുൽ ആഖിറ ആർക്കാണ്? നബിമാരെ പിൻപറ്റിയവർക്കാണ് സ്വർഗം. അപ്പോൾ നബിമാരെ പിൻപറ്റാത്തവർക്ക് നരകാണ് എന്നുള്ളത് അവിടെ വ്യംഗ്യമാണ്. പിന്നെ അറബി ഭാഷൻ്റെ പ്രത്യേകതയാണ്, വിശുദ്ധ ഖുർആൻ്റെ ശൈലിയുടെ ഒരു മഹത്വമാണ് ആ ഒരു വിഷയം. പിന്നെ അവിടെ വേറെ വിഷയം അഫലാ തഅഖിലൂൻ എന്നാണ്. അഫലാ തഅഖിലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്.
അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ്. ഇതിന് മുമ്പ് പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണോ പറഞ്ഞത്, അതല്ല അവരെ കുറിച്ചാണ് പറഞ്ഞത്? ഇതിന് മുമ്പ് അവർ എന്നാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ എന്നാണ് പറഞ്ഞത്? അഫലം യസീറു, അവർ സഞ്ചരിക്കുന്നില്ല ഫിൽ അർദ് ഫയൻദുറു, അവർക്ക് നിരീക്ഷിക്കാൻ നോക്കിക്കാണാം. കൈഫക്കാന ആഖിബത്തുൽ ലദീന മിൻ ഖബലിഹിം, അവരുടെ മുമ്പ്. വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ, തഖ്വയുള്ളവർക്ക് ഖൈറ് ദാറുൽ ആഖിറ എന്ന് പറയുന്നത്. ആ പോർവയിൽ അഫല യാഖിലൂൻ എന്നാണ് വരുന്നത്, അഫല താഖിലൂൻ എന്നാണ് വേണ്ടത്. അവർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അഫല യാഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ല എന്നല്ലേ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ചെന്നാണ് അഫല താഖിലൂൻ എന്നാണ്. അതും ഒരു സാഹിത്യ ഭംഗിയാണ്. അതിനാണ് അൽ ഇൽത്തിഫാത്ത് എന്ന് പറയും സാഹിത്യത്തിൽ. അവർ 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് നിങ്ങൾ എന്ന് പറയുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഇതൊക്കെ എന്താ? അള്ളാഹിനെ കുറിച്ച് പറയല്ലേ. അവൻ അള്ളാഹു അൽഹംദുലില്ലാ, അവനാകുന്നു സ്തുതികളെല്ലാം. റബ്ബുൽ ആലമീൻ, അവൻ റബ്ബുൽ ആലമീൻ ആകുന്നു. അർ റഹ്മാൻ അർ റഹീം, അവൻ റഹ്മാനാണ് റഹീമാണ്. മാലികി യൗമിദ്ദീൻ, അവൻ മാലികി യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെയും വിചാരണയുടെയും ഉടമസ്ഥനാണ് അവൻ അല്ലേ. ഇനി അടുത്ത ആയത്ത് എന്താ? ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ. ഇവിടെ കണ്ടോ, പെട്ടെന്ന് നമ്മൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈലി മാറ്റുക. അതിനാണ് ഇഖ്തിഫാത്ത് എന്ന് പറയുക. അതെന്തിനാണ്? പെട്ടെന്ന് കൂടുതൽ നമ്മുടെ ശ്രദ്ധ ഉടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശൈലി പ്രയോഗിക്കുക. ഇവിടെ അതേപോലെയാണ്. അവർ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ്. അത് ഈ ശൈലിൻ്റെ ഒരു പ്രത്യേകത. അഫലാ തഅഖിലൂൻ, അഖലിൽ നിന്നാണ് ഈ പ്രയോഗം. അക്കലെന്താ? എന്തിനാ അക്കലാണ്? ബുദ്ധിക്കാണ് പറയാം. പക്ഷെ അക്കല് അതിൻ്റെ അടിസ്ഥാന ക്രിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഖിൽ ഹ വതവക്കൽ താനല്ലേ. ഈ അഖിൽ ഹ, ഒട്ടകത്തെ നീ കെട്ടിയിട്, വതവക്കൽ. ശരിക്ക് അക്കൽ എന്താണ്? കെട്ടിയിടുക, ബന്ധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയാണ് എന്തിന് പ്രയോഗിച്ചത്? ബുദ്ധിക്ക് പ്രയോഗിച്ചത്. എന്തിനാ ബുദ്ധിക്ക് അങ്ങനെ പ്രയോഗിച്ചത്? അക്കൽ കെട്ടിയിടുക, ബന്ധിക്കുക, തടഞ്ഞിടുക എന്ന അർത്ഥത്തിൽ വരുന്ന അറബി പദത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യബുദ്ധിക്ക് പേരായി എടുത്തത്. അതെന്തിന്? അക്കലുള്ളവൻ തന്നെ നന്മയിൽ തളർച്ചിടണം, തിന്മയിൽ ആളാക്കാൻ പാടില്ല. നന്മയിൽ സൽസ്വഭാവത്തിൽ മനുഷ്യനെ തളച്ചിടുന്ന സംഗതിയാണെന്ത്? ബുദ്ധി തളച്ചിടണം എന്നുള്ള തേട്ടായിലുണ്ട്. അഫലാ തഅഖിലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അസ്സൈറു ഫിൽ അർദും അബ്ബർബു ഫിൽ അർദും ഇവിടെ എഴുതിയത് ഭൂമിയിൽ സഞ്ചരിക്കുക എന്നുള്ളതിന് രണ്ടും വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശൈലിയിൽ ഉണ്ടല്ലോ, ഈ അഫലം യസീറു പോലത്തെ അസൈറു ഫിൽ അർദ് ഉണ്ടല്ലോ, ഇതിലൊക്കെ ഈ സഞ്ചാരം വൈജ്ഞാനികമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഇൽമിയായ ലക്ഷ്യത്തിനാണ്, മാനവിയായ ലക്ഷ്യത്തിനാണ്. വൈജ്ഞാനികമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇഅ്തിബാറിന്, അതേപോലെ തന്നെ ഇംതിഹാനിന്, പാഠം ഉൾക്കൊള്ളാനൊക്കെയുള്ള ഇൽമിയായ മാനവിയായ ലക്ഷ്യത്തിനുള്ള സഞ്ചാരത്തിനാണ് അസ്സൈറു ഫിൽ അർദ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചൊക്കെയും. എന്നാൽ അദ്ദർബു ഫിൽ അർദ് ഉണ്ടല്ലോ, ഇത് അമലിയായ ലക്ഷ്യത്തിനാണ്, അല്ലെങ്കിൽ മാദിയായ ലക്ഷ്യത്തിനുമാണ്. മാനവിയല്ല, മാദി. മാനവി എന്ന് പറഞ്ഞാൽ കാൽപ്പനികം, ആശയപരം. മാദി എന്ന് പറഞ്ഞെങ്കിൽ പദാർത്ഥപരം അല്ലെങ്കിൽ ഭൗതികപരം. അതാണ് എൻ്റെ അർത്ഥം. അമലി എന്ന് പറഞ്ഞാൽ കർമ്മപരം. ഇൽമി എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികം. ആഖറൂന യദ്രിബൂന ഫിൽ അർദ്, എന്താ? മറ്റു ചിലർ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്, ഭൂമിയിൽ സഞ്ചരിച്ചാൽ അവർ കച്ചവടം ചെയ്യുന്നു. കച്ചവടം എന്താ? അമലിയാണ് അല്ലേ, അത് മദിയാണ്. അതേപോലെ തന്നെ ഇദാ ദറബ്തും ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുകയായാൽ ഫതബയ്യനു, ആ സഞ്ചാരം ഒരുവേള ഒന്നുകിൽ ഹിജറ യാത്ര അല്ല ജിഹാദിയാണ്, അത് അമലിയാണ്. മനസ്സിലായത്? എന്നാൽ പിന്നെ ഇവിടെ ഈ പ്രയോഗം നോക്കി നിങ്ങൾ, അഫലൻ യസീറു ഫിൽ അർദ് ഒന്നില്ലേ, സൂറത്ത് നമ്മൾ പറഞ്ഞ് ഇത് സൂറത്ത് യൂസുഫിൽ
ഇനി സൂറത്ത് ഹജ്ജിൽ, സൂറത്ത് റൂമിൽ, അതേപോലെ ഫാത്തിറിൽ, ഗാഫിറിൽ, മുഹമ്മദിലൊക്കെ ഉണ്ട് ഈ അഫലം യസീറു ഫിൽ അർദ്, അസൈറു ഫിൽ അർദ്. അതൊക്കെ എന്ത് ലക്ഷ്യത്തിനാണ്? വൈജ്ഞാനികമായ ലക്ഷ്യത്തിനാണ്, ഇൽമിയായ ലക്ഷ്യത്തിനാണ്, മാനവീയാണ് അതിൻ്റെ ഉദ്ദേശം. അത് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഈ ഒരു പ്രയോഗത്തെ നിരീക്ഷ പണ്ഡിതൻ എനിക്ക് തോന്നുന്നത് ഈ അഹ്മദുൽ അമീൻ ഷൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്വാഉൽ ബയാൻ എന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇങ്ങനെ ഈ വിഷയം അപഗ്രഥിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉദ്ധരിച്ചതൊക്കെ ഞാൻ ഉദ്ധരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എത്ര സൂക്ഷ്മമായിട്ടുള്ള പഠന വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഏതൊക്കെ മേഖലകളെയാണ് ഓരോരുത്തർ സ്പർശിച്ചുകൊണ്ട്. ചിലർ പിന്നുണ്ടല്ലോ ഭാഷ, ചിലർ വ്യാകരണം, ചിലർ ഇതിലുള്ള ചരിത്രം, ചിലർ ഇതിലുള്ള ശാസ്ത്രം, പിന്നെ ചിലർ തഫ്സീറിൽ അതിലെ ഗുണപാഠങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ പൊരുളുകൾ, യുക്തികൾ, മറ്റു ചിലർ ഹുക്കുമുകൾ മാത്രം, മതവിധികൾ മാത്രം. ഇങ്ങനെ പല മേഖലകളാണ് ഈ ഇതിൽ കണ്ണു നട്ട്, വിശുദ്ധ വചനങ്ങളിൽ കണ്ണു നട്ടിട്ട് പഠന വിധേയമാക്കുന്നത് എന്നുള്ളതാണ്. അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വലദാറുൽ ആഖിറതി ഖൈറുൻ ലില്ലദീന ഇത്തഖൗ. ആഖിറത്താണ് ഖൈർ. അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു എന്താ പറഞ്ഞില്ലേ? വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഉല, വലൽ ആഖിറത്തു ഖൈറുൻ ലക്. അല്ലാഹു പറയാണ് ആഖിറമാണ് താങ്കൾക്ക് ഉത്തമം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഹയിൽ പറഞ്ഞു വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല. അൽ ഊല എന്ന് പറഞ്ഞാൽ ദുനിയാവ്, അൽ ആഖിറ പരലോകം. നിങ്ങൾക്ക് ആഖിറമാണ് ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഈ ദുനിയാവിൽ ആയിരുന്നില്ല റസൂലുള്ളാഹിൻ്റെ യഥാർത്ഥ മനസ്സ് മുഴുവൻ ആഖിറം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ എത്ര വിരക്തനായിട്ടാണ് കഴിഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഇഖ്തിയാർ നൽകി. വഫാത്താണിൻ്റെയൊക്കെ ദിവസങ്ങൾക്ക് മുൻപ് ഇഖ്തിയാർ നൽകി. എന്താ ഇഖ്തിയാർ? നിങ്ങൾക്ക് ദുനിയാവിലെ ശാശ്വതത്വം, പിന്നെ സ്വർഗം, ഇവിടെ മരിക്കാതെ ജീവിക്കാം. ദുനിയാവിൽ ലോക അവസാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ജീവിക്കാം. അതാണോ വേണ്ടത്? അതല്ല മരണം വരിച്ച് സ്വർഗമാണോ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? സഹാബികൾ പറയുകയാണ്. അബൂ മുവൈഹിബ എന്ന് പറഞ്ഞ സഹാബിയോടെ പറഞ്ഞ മതങ്ങൾ വിവരം. അപ്പോൾ സഹാബി പറഞ്ഞു കൊടുക്കാൻ, റസൂലേ ഇവിടുത്തെ ശാശ്വതത്വം, ദുനിയാവിലത്തെ ശാശ്വതത്വം നിങ്ങൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വർഗവും തിരഞ്ഞെടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനില്ല, ഞാൻ മരണം തിരഞ്ഞെടുത്തു, ആഖിറവും തിരഞ്ഞെടുത്തു. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനാൽ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ, നേരം താങ്കളുടെ റബ്ബ് താങ്കൾക്ക് കനിയും. അപ്പോൾ താങ്കൾ തൃപ്തി അടഞ്ഞ് പൂർണ്ണ തൃപ്തിയിൽ താങ്കളായിത്തീരുന്നത് വരെയെന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒരായത്തായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഈ ആയത്താണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യനാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കാര്യം മാത്രമല്ല ചോദിക്കുക. റസൂലുള്ളാഹിൻ്റെ വിഷയം എന്താ? റസൂലുള്ളാഹിൻ്റെ വിഷയം ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾ എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉമ്മത്തികളെ നിങ്ങൾക്ക് തരും എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ, റബ്ബ് താങ്കൾക്ക് തരും, താങ്കൾ തൃപ്തിപ്പെടുവോളം എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞ ഈ ഒരു വാഗ്ദാനം, അതാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ വാഗ്ദാനം. കാരണം എന്താ? നമ്മളൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പിന്നെ സ്വർഗത്തിൽ ഇടം കാണാൻ അവസരം ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ തേട്ടം. അലാ കുല്ലീൻ ഇവിടെ ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന ഇത്തഖൗ എന്നുള്ളത് നമ്മൾ ഓതുമ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം, പിന്നെ ആ സ്വർഗം നമ്മളിങ്ങനെ അതിനെ ആഗ്രഹിച്ചാൽ പോരല്ലോ, പിന്നെയോ അതിനെന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു ലില്ലദീന ഇത്തഖൗ, തഖ്വയുടെ ജീവിതം വേണം. പടച്ചോൻ കൽപ്പിച്ചെടുത്ത് നമ്മൾ ഉണ്ടാകണം, അള്ളാഹു വിരോധിച്ചെടുത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നമ്മൾ കാണണം, വിരോധിച്ചതും വെറുത്തതും നമ്മൾ കാണാൻ പാടില്ല. കൽപ്പിച്ചത് കേൾക്കണം, വിരോധിച്ചതും വിലക്കിയതും നമ്മൾ കേൾക്കാൻ പാടില്ല. അങ്ങനെ അതാണല്ലോ തഖ്വ.
അല്ലാക്കുല്ലിൻ ഇതാണ് ഈ ആയത്തിൽ ഒരു വിഷയം. നമുക്ക് അടുത്ത ആയത്തിലൂടെ എഴുതാം. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നുഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ എന്നൊക്കെ പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുമാരെ വഹി നൽകി നിയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്താണ്? ആ റസൂലുമാരെ കളവാക്കിയവർക്ക് എന്ത് എന്നുള്ള വിഷയമാണ്. അത് എന്ത് എന്നുള്ളത് നേരിട്ട് പറഞ്ഞില്ല, പക്ഷേ അതിൻ്റെ അടയാളങ്ങളുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാകാൻ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുമാരെ നിയോഗിച്ചു. റസൂലുമാരെന്ത് ചെയ്തു? അവരുടെ ദൗത്യം നിർവഹിച്ചു. ആ ദൗത്യ നിർവഹണത്തിന് മുമ്പിൽ റസൂലുമാരുടെ അനുയായികൾ എന്ത് ചെയ്തു? അതിനെ കളവാക്കി, കളിയാക്കി, നിഷേധിച്ച് അവർ തുടർന്നു. ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല വഹി നൽകി നബിമാരെ നിയോഗിച്ചുകൊണ്ടിരുന്നു. നബിമാർ അവരുടെ ദഅവത്ത് തുടർത്തിക്കൊണ്ടിരുന്നു. പ്രബോധിതർ പലരും എന്ത് ചെയ്തു? സിംഹഭാഗവും ഇതിനെ കളവാക്കി, കളിയാക്കി, നിഷേധിച്ചു കൊണ്ടിരുന്നു. ഹത്ത ലിൽ ഗായ എന്ന് പറയാം. എത്ര വരെ അതാണ് ഹത്ത. ഇത് എത്രത്തോളം തുടർന്നു? എത്രത്തോളം? ഏതുവരെ? ഇദസ്തൈഅസ റുസുലു വദന്നു അന്നഹും ഖദ് കുദിബു ജാഅഹും നസ്റുനാ ഫനുജ്ജിയ മൻ നശാ വലാ യുറദ്ദു ബഅസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ. ഇദസ്തൈഅസ റുസുലു, എന്താ ഇദസ്തൈഅസ റുസുലു? റസൂലുമാർ ഇസ്തൈഅസ യഇസ, അല്ലേ? അതാണ് യഇസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു. യഇസ, ഖനത, നിരാശപ്പെട്ടു. യഇസ് എന്ന് പറയും, നിരാശക്കെന്ന് പറയും യഇസ്. അമൽ, പ്രതീക്ഷ, അല്ലേ? അല്ലെങ്കിൽ റജ, ഇതൊക്കെ വിപരീത പദമാണ്. റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, അമൽ എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഇത് നിരാശ. യഇസ എന്ന് പറയും. യഇസ, നിരാശപ്പെട്ടു. യാവും ഹംസയും ഇങ്ങനെ വരുന്ന ഏക ക്രിയയുള്ളൂ, അതിതാണ് യഇസ. പക്ഷെ ഇവിടെ യഇസ എന്നല്ല, ഇവിടെ ഇസ്തൈഅസ എന്നാണ്. സീനും താവ് വേറെ ഉണ്ട്. ഇസ്തൈഅസ ഇതെന്തിനാ? അത് ഇതല്ല, തൗക്കീദിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റ നിരാശപ്പെട്ടു, തീർത്തും നിരാശപ്പെട്ടു, ഏറെ നിരാശാജനകമായി ആണ് ഇസ്തൈഅസ. ഇസ്തജാബ എന്നൊക്കെ പറയാം. ഇസ്തജാബ അതേപോലെ തന്നെ ഉറപ്പിനെയാണ് അറിയിക്കുക, ഉറപ്പിനെ. അല്ലാത്തതിനും അർത്ഥത്തിനും വരും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സീനും താവും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് പറയും. ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് അങ്ങനെ പ്രയോഗിക്കും. ഇസ്തഖ്ദമ പറഞ്ഞാൽ എന്താ? ഇസ്തഖ്ദമ, ഖദിമ വന്നു. ഇസ്തഖ്ദമ വരാൻ ആവശ്യപ്പെട്ടു, അങ്ങനെ പറയും. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഉദ്ദേശം ഇതാണ്, നിരാശപ്പെട്ടു, പറ്റ നിരാശപ്പെട്ടു എന്ന അർത്ഥത്തിൽ. ഹത്ത ഇദസ്തൈഅസ റുസുലു, ഈ ദഅവത്ത് നടത്തുന്ന റസൂലുമാർ ഇസ്തൈഅസ, പറ്റ നിരാശക്കടിപ്പെട്ടാൽ, വദന്നു, അവർ ഉറപ്പിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ അവർ ധരിക്കുകയും ചെയ്താൽ, എന്ത്? ഖദ് കുദിബു, അത് കുദിബു, തങ്ങൾ കളവാക്കപ്പെട്ടു എന്ന്, തീർച്ചയായും തങ്ങൾ കളവാക്കപ്പെട്ടു എന്ന്. ജാഅഹും, അവരുടെ അടുക്കലേക്ക് വരും, അവരിലേക്ക് വരും. നസ്റുന, നമ്മുടെ സഹായം. അങ്ങനെ നമ്മുടെ സഹായം അവരിലേക്ക് വന്നാൽ അപ്പോൾ നുജ്ജിയ മന്നശ, നുജ്ജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തപ്പെടും. നജ്ജ യുനജ്ജി, നുജ്ജിയ രക്ഷപ്പെടുത്തപ്പെടും. മന്നശ, നാം ഉദ്ദേശിക്കുന്നവർ രക്ഷപ്പെടുത്തപ്പെടും. ഈ ആയത്തൊരു വലിയ ഒരു മസാലയുള്ള വിഷയമുള്ള ഒരായത്താണ്. വലാ യുറദ്ദു ബഅസുന അനിൽ ഖൗമിൽ മുജ്രിമീൻ. വലാ യുറദ്ദു ബഅസുന, നമ്മുടെ ബഅസ് ചെറുക്കപ്പെടുകയില്ല. ബഅസ് എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷ, അദാബ്, നമ്മുടെ അദാബ് ചെറുക്കപ്പെടുകയില്ല. അനിൽ ഖൗമിൽ മുജ്രിമീൻ, ഈ മുജ്രിമീങ്ങളായ വിഭാഗത്തെ തൊട്ട്, മുജ്രിമുകളുടെ ആയ ആളുകളെ തൊട്ട്, ജനങ്ങളെ തൊട്ട്. ഇവിടുത്തെ വിഷയം തഫ്സീറിൽ ഭയങ്കര ഒരു ഇതാണിത്. ഈ കുദിബു എന്നത്, കുദിബു, ഇതിനിങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്, പ്രസിദ്ധമായ ഖിറാഅത്ത് ഇങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഇതിനൊരു ഖിറാഅത്തുണ്ട് കുദിബു.
ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തുടങ്ങിയവർ കുദിബു എന്നാണ് ഓതിയത്. കുദിബു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓതിയത് കുദിബു എന്നാണ് ഇതിൻ്റെ ഖിറാഅത്ത്. രണ്ട് ഖിറാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാരണത്താലാണ് രണ്ട് നിലക്ക് ഓതുന്നത്. പക്ഷേ കുദിബു എന്ന അർത്ഥം പറയുമ്പോഴും കുദിബു എന്ന അർത്ഥം പറയുമ്പോഴും അതിൻ്റെ തഫ്സീറിൽ പിന്നെ ചില സ്വാഭാവികമായിട്ട് അർത്ഥ വ്യത്യാസം വരില്ല. എന്താണ് കെദബയും കെദബയും തമ്മിൽ? കെദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, കളവ് പറഞ്ഞു എന്നാണ്. കെദബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു, ഇത് കളവാക്കി എന്നാണ്. കുദിബു തങ്ങളോട് കളവ് പറയപ്പെട്ടു, കുദിബു തങ്ങൾ കളവാക്കപ്പെട്ടു. ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഖിറാഅത്താണ് കുദിബു. കുദിബു എന്ന് നമ്മൾ പറഞ്ഞു ഇബ്നു അബ്ബാസ്. അതുകൊണ്ട് തന്നെ ഈ ആസിം ഇബ്നു അബിൻ നുജൂദ്, അതേപോലെ അലി ഇബ്നു ഹംസ അൽ കിസായിയും അതേപോലെ തന്നെ ഹംസ സയ്യാത്തും അവരൊക്കെ ഈ കുദിബു എന്നുള്ള ഖിറാഅത്താണ്. നമ്മൾ മുസാഫിൽ നമ്മളിപ്പോൾ ഇത് കുദിബു അല്ലേ? അപ്പോൾ ആസിമിൻ്റെ ഖിറാഅത്താണ്, ആസിമിൽ നിന്ന് ഹഫ്സിൻ്റെ ഖിറാഅത്താണ് നമ്മളുടെ ഖിറാഅത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുദിബു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഖിറാഅത്ത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നെ ആ ഖിറാഅത്തിൻ്റെ ഇവിടെ ഓതിയപ്പോൾ കുദിബു എന്നാണ് ഓതിയതും ഓതി പഠിപ്പിച്ചതും. അത് പഠിച്ചു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസിൻ്റെ ഓത്ത് ഓതിക്കുന്നുണ്ട് കുദിബു. അപ്പോൾ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ മറ്റേ ഖിറാഅത്താണോ എന്ത് ചെയ്തത്? അവർ പറഞ്ഞത് കുദിബു. അതെന്തുകൊണ്ട് അങ്ങനെ കുദിബു എന്നുള്ള ഖിറാഅത്തിനെ അവർ തർജീഹ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ അർത്ഥം പറയുമ്പോഴൊരു വിഷയമാണ്, അത്ര വിഷയം. അതാണ് നമ്മളിവിടെ പിന്നെ എനിക്ക് പറഞ്ഞത് തഫ്സീറിൽ പിന്നെ മനുമൊലി വരെ അത് വിശദീകരിച്ചിട്ടുണ്ട് കുറച്ച്. ഇവിടെ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ആശയം ഹത്ത നമ്മൾ പറഞ്ഞു. റസൂൽമാർ ദഅവത്ത് നടത്തി, അവരുടെ ദഅവത്ത് തുടർന്നു, പ്രതിയോഗികൾ എന്ത് ചെയ്തു? കളവാക്കി. ആ കളവാക്കൽ തുടർന്നു. ഹത്ത എത്രത്തോളം? ഇദസ്തൈ അസർ റസൂലുമാർ തീർത്തും നിരാശപ്പെടുവോളം അതുവരെ വബന്നു അവർ വിചാരിച്ചു. നമുക്കതിൻ്റെ ആദ്യത്തെ അർത്ഥം പറയാം. അവർ വിചാരിച്ചു പറഞ്ഞാൽ അത് ഈ റസൂലുമാർ വിചാരിക്കുകയും ചെയ്തു. വബന്നു എന്ത് വിചാരിച്ചു? അന്നവും തീർച്ചയായും തങ്ങൾ കുദിബു പറഞ്ഞാൽ തങ്ങൾ കളവാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവിടെ ഈ കുദിബു എന്നതിൻ്റെ അർത്ഥത്തിലാണ് നമ്മളിവിടെ അർത്ഥം പറയുന്നത് കേട്ടോ. അത് കുദിബു എന്ന് പറഞ്ഞാൽ കുദിബു എന്ന അർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറഞ്ഞ അർത്ഥത്തിൽ തങ്ങൾ കളവാക്കപ്പെട്ടു എന്ന് അവർ ധരിക്കുന്നു. അതാണ് അതിലുള്ള ഒരു ബലപ്പെട്ട അഭിപ്രായം. അപ്പോൾ ഇവിടെ റസൂൽമാർ കളവാക്കപ്പെട്ടു എന്ന് അവർ ധന്നു. ഇവിടെ ധന്നിന് ബന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ അർത്ഥം പറയൽ വിചാരിച്ചു, ഊഹിച്ചു നടത്തല്ലേ? വിചാരിച്ചു നടത്തുന്നുണ്ട്, അതേപോലെ തന്നെ ഉറപ്പിച്ചു നടത്തുന്നുണ്ട്. അയക്കന ബന്ന എന്നുള്ളതിന് ഉറപ്പിച്ചു നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വദന്നു ഈ റസൂൽമാർ ഉറപ്പിച്ചു അന്നഹും ഖദ് കുദിബു തങ്ങൾ കളവാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ആരാൽ കളവാക്കപ്പെട്ടു? അതിൽ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് വിശ്വസിച്ച ആളുകൾ തങ്ങളെ റസൂൽമാരെ കളവാക്കുന്ന അവസ്ഥയിലേക്ക്. ഇതെന്നല്ല ഈ പിന്നെ റസൂൽമാർ നിരാശപ്പെടുക എന്ന് പറഞ്ഞെങ്കിൽ ആ നിരാശ എന്താ? ശത്രുക്കളുടെ കളവാക്കൽ, അവരുടെ എതിർപ്പ്, അവരിൽ നിന്നുണ്ടാകുന്ന പീഡനം. അതെ, ഇത് കാരണത്താലാണ് റസൂൽമാർ എന്ത് ചെയ്യുന്നത്? ശത്രുക്കളുടെ നിഷേധവും അതേപോലെ തന്നെ അവരുടെ പ്രതിലോമ പ്രവർത്തനങ്ങളും അത് തീവ്രമായി ശക്തമായിട്ടാണ് റസൂൽമാരെ എന്ത് ചെയ്യുന്നത്? തീർത്തും നിരാശ. ഇത് റസൂൽമാരാണ്. റസൂൽമാരങ്ങനെ നിരാശക്ക് അടിപ്പെടുക എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല. റസൂൽമാർ ഈ യെസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നിരാശപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സൽഗുണാണോ ദുർഗുണാണോ? യെസ് നമ്മൾ ഈ സൂറത്തിൽ തന്നെ പഠിച്ചില്ലേ? എന്താ യെസിനെ കുറിച്ച്? ഇത് നമ്മളെവിടെ പഠിച്ചേ? യെസിനെ കുറിച്ച് ലാ തയഅസു മിർ റൗഹില്ല, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളായ കൗമല്ലാതെ അള്ളാഹുവിൻ്റെ റൗഹിൽ ആശ്വാസത്തിൽ നിരാശപ്പെടില്ല എന്നാണ്. യെസ് എപ്പോഴും എന്തല്ല പിന്നെ അതൊരു സൽഗുണമല്ല. ഇവിടെ റസൂലുമാർ അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള നിരാശയിലല്ല. റസൂലുമാർ നിരാശപ്പെടുന്നത് ഞങ്ങൾ എത്ര ഓതിയിട്ടും കാര്യമല്ല, ഈ ജനത നന്നാവൂല എന്നുള്ള വിഷയത്തിലാണ് അവരുടെ നിരാശ. മനസ്സിലായോ? ഏതായാലും യെസ് എന്തല്ല ഒരു സൽഗുണമല്ല. എപ്പോഴും എന്താ വേണ്ടത്? നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയാണ് വേണ്ടത്, നിരാശപ്പെടാൻ പാടുള്ളതല്ല.
നമ്മൾ പിന്നെ ഈ ഇമാം അലി അൽ കിസായിയെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അലി അൽ കിസായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭാഷയിൽ, വ്യാകരണത്തിൽ, പിന്നെ ഖിറാഅത്തിൽ, അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഏക്കുദീപു എന്നുള്ള ഖിറാഅത്ത് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് അലി അൽ കിസായി. അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ, അദ്ദേഹം പേർഷ്യക്കാരനാണ്, പിന്നീട് അറബി അഭ്യസിച്ച ആളാണ്. അപ്പോൾ അറബി പഠിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഭാഷയും വ്യാകരണവും വശമാകുന്നില്ല. അപ്പം മൂപ്പര് എന്ത് ചെയ്യണം, കുറേ പഠിച്ചു നോക്കി, ഇത് തലയിൽ കയറുന്നില്ല. മൂപ്പര് ഇതിട്ടെറിഞ്ഞ് പോവുകയാണ്, നിരാശപ്പെട്ട് പോവുകയാണ്. അപ്പോഴാണ് മൂപ്പര് ഒരു മതിലുമ്മലൊരു എറുമ്പ്, ഈ ഒരു പിന്നെ ഈ ഭക്ഷണ കണിക, ഒരു റിസ്കിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു കണികയായിട്ട് ഒരു ഉറുമ്പ് എന്ത് ചെയ്യാണ്, അതിനെ പൊക്കിയിട്ട് കയറുകയാണ്. പക്ഷെ ഉറുമ്പ് കയറുമ്പോഴൊക്കെ കയറി ചെല്ലും, മുകളിലെത്തുമ്പോൾ ഉറുമ്പ് വീഴും. പിന്നെ ഇതെടുത്തിട്ട് വീണ്ടും ഉറുമ്പ് കയറും. അങ്ങനെ പലതവണ ഉറുമ്പ് ഇതായിട്ട് കയറിയിട്ട് അവസാനം ചെയ്ത് ഉറുമ്പ് പിന്നെ ഇതേറ്റ് പിന്നെ ആ ചുമരി കയറി എത്തി. അപ്പോൾ അലി അൽ കിസായി ആലോചിക്കുകയാണ്, ഒരു ഉറുമ്പ് ഇത്ര നിസ്സാരമായി ചെറിയൊരു ജീവി പലതവണ പരിശ്രമിച്ചിട്ടാണ് എന്ത് ചെയ്തത്, പലതവണ പരിശ്രമിച്ചിട്ടാണ് ഈ അന്നവുമായിട്ട് മതിൽ കയറിയത്. അപ്പം നമ്മളൊക്കെ അതുപോലെയാണ്. അതിനൊരിക്കലും നിരാശ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷ്യം നേടി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ അധ്വാനിക്കണം എന്ന് അദ്ദേഹം വായിച്ച് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പഠനത്തിലേക്ക് മടങ്ങി. അത് അദ്ദേഹത്തിന് വലിയൊരു പ്രചോദനമായ ആ കാഴ്ച. മടങ്ങി. നമ്മൾ പറഞ്ഞ അലി അൽ കിസായിയെ കുറിച്ച് നമ്മൾ ഇതിന് തൊട്ടുമുമ്പ് ഒരു സംഭവം പറഞ്ഞിരുന്നു. എന്താ, ഇമാം അലി അൽ കിസായി എത്ര വലിയ പ്രോജ്വലനായ പണ്ഡിതനാണ്. ഞാനൊരു സംഭവം പറഞ്ഞതിന് തൊട്ട് മുമ്പ്, സ്വപ്നത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട അദ്ദേഹത്തോട് വസ്സാഫാത്തി സഫ എന്ന സൂറത്ത് ഓതാൻ പറഞ്ഞ് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം നന്നായി പാരായണം ചെയ്തു സൂറത്ത് സാഫാത്ത്. അപ്പോൾ അദ്ദേഹത്തെ അനുമോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങയെക്കുറിച്ച് ഞാൻ മലക്കുകളോട് പ്രശംസിച്ച് പറയുമെന്ന് പറഞ്ഞ ആ സ്വപ്നം. പിന്നെ അദ്ദേഹം അത് കണ്ട പിന്നെ അതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ആ ജീവിതത്തിലെ വൈജ്ഞാനിക അഭിവൃദ്ധി ഞാൻ പറഞ്ഞില്ലേ, അന്ന് പിന്നെ ഖലീഫ ഹാറൂൺ റഷീദ് വരെ ജനാസ സംസ്കരിക്കാൻ അലി അൽ കിസായി മരിച്ചെന്ന് ഹാറൂൺ റഷീദ് ആ ജനാസയിൽ പങ്കെടുത്തതിനെ കുറിച്ച് പറഞ്ഞില്ലേ. 2 പണ്ഡിതന്മാരാണെന്ന് മരിച്ചത്. ഒന്ന് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി, അബു ഹനീഫൻ്റെ ശിഷ്യൻ. മറ്റൊന്ന് അലി അൽ കിസായി. 2 പണ്ഡിതന്മാർ മരിച്ച്. അപ്പോൾ ഹാറൂൺ റഷീദ് ആ ജനാസയിൽ പങ്കെടുത്തിട്ട് പറയണേ, ഇന്ന് ലുഗത്തും ഫിഖുഹും മറമാടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അത്ര പ്രഗത്ഭമതിയായി അലി അൽ കിസായി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അദ്ദേഹം ഒരു നാളിലൊന്ന് നിരാശപ്പെട്ടതാണ്. പക്ഷേ ആ നിരാശയെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തിരുത്തി. എപ്പോൾ, ഈ ഉറുമ്പിൻ്റെ അധ്വാനം കണ്ടപ്പോൾ. അതേപോലെ വേറൊരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇതൊക്കെ പഠനമൊക്കെ മടുത്ത് മൂപ്പരെല്ലാം ഈ മറപ്പും കെട്ടൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പോയി അവസാനമാണ് ഇങ്ങനെ പിന്നെ കാട്ടിൽ കയറിയപ്പോഴാണ് ഒരു ഇലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റി വീണ്. ആ ഉറ്റി വീണത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീണിട്ട് അവിടെ ഒരു പാറയിൽ കുഴി ഉണ്ടായിട്ടുണ്ട്. വെള്ളം ഉറ്റി വീണിട്ട് കുഴി, അത് ഒരു പിന്നെ തുഷാരം അല്ലെങ്കിൽ ഒരു ജലക്കണിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയും നോക്കിയേ. പക്ഷെ അത് ഉറ്റി കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊരു അടയാളം, ഒരു കുഴി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രചോദനമായി. മനസ്സിലല്ലേ, നമ്മൾ എത്ര കടുത്തതാണെന്ന് വിചാരിച്ചാലും അത് നമ്മളെത്ര നിസ്സാരന്മാരാണെങ്കിലും അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് പ്രയത്നത്തിലൂടെ കഴിയുമെന്നുള്ളത് വായിച്ചിട്ടാണ് അദ്ദേഹം തെളിഞ്ഞത്. ചില പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. ഏതായാലും ഈ നിരാശപ്പെടുക എന്നുള്ളത് അതൊരു സൽഗുണമല്ല. പക്ഷേ ഇവിടെ റസൂൽമാർക്ക് ഈ ഒരു കടുത്ത നിരാശ വരികയാണ്. ഏത് വിഷയത്തിൽ? എന്തുകൊണ്ട് അവർക്ക് നിരാശ വന്നത്? ഈ ജനങ്ങളുടെ ദ്രോഹം കാരണത്താലാണ്, പ്രതിലോമ പ്രവർത്തനങ്ങൾ കാരണത്താലാണ്. റസൂലുമാർ തീർത്തും അടിമപ്പെടുന്ന രീതിയിൽ ഇവരുടെ കളമാക്കലും നിഷേധവും എതിർപ്പും വരികയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വദന്നു, എന്നിട്ട് ഈ റസൂലുമാരെന്ത് ചെയ്തു? ഉറപ്പിച്ചു അന്നഹും ഖദ് കുദീബു, തങ്ങൾ പറയുന്നതിൽ തങ്ങൾ കളവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടല്ലോ, ജാഅഹും നസ്റുനാ, അല്ലാഹ് പറയാണ്, അവരെ തേടി നമ്മളുടെ സഹായമെത്തി. അതാണ് അതിലൊരു, ഇവിടെ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്, വദന്നു, ഇവർ
റസൂലുമാർ ഉറപ്പിച്ചു അന്നഹും അവർ കത് കുദ്ദീബു എന്ന് പറഞ്ഞാൽ നേരെ റസൂൽമാർ കളവാക്കപ്പെട്ടു. ആരാൽ കളവാക്കപ്പെട്ടു? ആയിഷ മുൻമുൻ പറയുന്നത് പ്രതിയോഗികൾ ശത്രുക്കളല്ല, പിന്നെ അനുയായികളാൽ കളവാക്കപ്പെട്ടു. കണ്ടോ, അനുയായികളാൽ കളവാക്കപ്പെടാൻ മാത്രം റസൂൽമാർ എന്ത് ചെയ്തു? പ്രതിയോഗികളിൽ നിന്ന് എതിർപ്പ് നേരിട്ടു. അങ്ങനെ ഉണ്ടാവുമല്ലോ. അതായത് റസൂലുമാർ പറയുന്നത്, ആളുകളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുകയും അള്ളാഹിൻ്റെ സഹായം വരും, അള്ളാഹുവിൽ നിന്നുള്ള വിജയം വരും, ശത്രുവിനെ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിമാറ്റും, ഒതുക്കും എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ശത്രുവിൻ്റെ എതിർപ്പ് തുടർക്കഥയാകുന്നു. ഈ റസൂലുമാർ വാഗ്ദാനം ചെയ്തത് വരുന്നില്ല. അപ്പം എന്ത് ചെയ്യാണ്? ഈ റസൂലുമാരെ അനുയായികൾ കളവാക്കുക. നിങ്ങൾ എത്ര കാലമായി ഇപ്പോൾ ഇത് പറയൽ കൊടുത്തിട്ട്? നമുക്കിപ്പോഴും പീഡനം തുടരുകയാണ്, ശത്രു ഇപ്പോഴും മേൽക്കോയ്മയിലാണ് എന്ന് പറഞ്ഞ് റസൂലുമാർ അനുയായികളാൽ കളവാക്കപ്പെടുക. അതാണ് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, സ്വന്തം അനുയായികളാൽ ഒരു റസൂല് കളവാക്കപ്പെടുമാറ് റസൂൽമാരുടെ ആ അവസ്ഥ എത്തുമെന്ന് പറഞ്ഞാൽ നോക്കിയേ, എവിടെ എത്തിയപ്പോൾ? അപ്പോൾ പിന്നെ മൂർധന്യതയിലെത്തി, അങ്ങേയറ്റത്തേക്കെത്തി. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ ജാഅഹും നസ്റുന എന്ന് പറഞ്ഞത്, അവരെ തേടി നമ്മുടെ സഹായം എത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ചില ആളുകൾ റസൂലുള്ളാഹിനെ കളവാക്കിയ അവസ്ഥകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ ഇസ്രാ മിഅ്റാജ് രാത്രിയുടെ വിഷയത്തിൽ കളവാക്കപ്പെട്ട അവസ്ഥ ഉണ്ടായില്ലേ. പിന്നെ വിശ്വസിച്ച ആളുകൾക്ക് കടക് യുദ്ധ സന്ദർഭത്തിൽ ചില കപട വിശ്വാസികളും കപട വിശ്വാസികളോട് ഓരോ നിന്ന് ചില ആളുകളും കളവാക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ. മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹും റസൂലും ഗുറൂർ, ചതിയാണ് നമുക്ക് വാഗ്ദാനം ചെയ്തതെന്നൊക്കെ പറഞ്ഞ അവസ്ഥ ഉണ്ടായില്ലേ. ചിലരാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആ ഒരു വിഷയമാണ്. അതിൽ ഉള്ള പ്രശ്നം വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷണം കടുക്കുകയും അത് പ്രയാസം അതിൻ്റെ മൂർത്തിമൽ ഭാവത്തിലെത്തുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാശ്വാസത്തെ അവതരിപ്പിക്കും എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കളവാക്കുന്നവർ അവരവരുടെ കളവാക്കലിൻ്റെ പാരമ്യതയിലെത്താൻ മനസ്സിലായില്ലേ. അള്ളാഹുവിൻ്റെ സഹായം വന്നിട്ടുണ്ടെങ്കിൽ ആ സഹായം അതിൻ്റെ പൂർണ്ണ അളവിൽ ആസ്വദിക്കാൻ വിശ്വാസികൾ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കടുത്ത ഞെരുക്കത്തിനപ്പുറം ഒരാശ്വാസം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം. വാലം, നമ്മൾ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞില്ലേ, വാലം അന്ന നസ്റ മഅ സബ്ർ വ അന്നൽ ഫറജ മഅൽ കറബ് വ അന്ന മഅൽ ഉസ്രി യുസ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചതാണത്. വാലം, നീ അറിഞ്ഞോ, അന്നൻ നസ്റ മഅ സബ്ർ, ക്ഷമയോടൊപ്പമാണ് നസ്ർ, വിജയം. നന്നായി ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വിജയം. വ അന്നൽ യുസ്റ മഅൽ കർബ് വ അന്നൽ ഫറജ് മഅൽ കറബ്, ഞെരുക്കം അതിനോടൊപ്പമാണ് ഫറജ്, ആശ്വാസം. പിന്നെ അന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ ഞെരുക്കത്തോടൊപ്പവും എളുപ്പം വരും എന്നുള്ള വിഷയം. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം എത്ര തവണ മല കയറി ഇറങ്ങിയിട്ടാണ് ഇത് വന്നത്. അവർ നോക്കി നിങ്ങൾ, അവരുടെ ആ ഒരു പരീക്ഷണം, അതിൻ്റെ ആ പാരമ്യത. ഇന്നത്തെ മക്കല്ല അന്നത്തെ മക്ക. കല്ലിൻ ചീളുകൾ, സഫയും മർവയും എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടല്ലോ, സഫ എന്ന് പേരിടാൻ കാരണം, മർവ എന്ന് പേരിടാൻ കാരണം അതിൻ്റെ കല്ലുകളാണ്. ആ മലകൾ പടച്ചവൻ അതിനെ സൃഷ്ടിച്ച കല്ലുകളുടെ പ്രത്യേകതയാണ് ആ പേരിടാൻ കാരണം. സഫ്വാൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു തരം കല്ലാണ്, മർവ എന്ന് പറഞ്ഞെങ്കിൽ വേറെ തരം കല്ലാണ്. അത്തരം കല്ലുകൾ പാകപ്പെട്ട, അതിനാൽ അത് അടുക്കപ്പെട്ട ഒരു മലകളാണ് സഫയും മർവയും. അതുകൊണ്ട് ആ പേരെന്നെ കിട്ടിയത്. ഇന്നത്തേതുപോലെ ചെത്തി മിനുക്കിയ അവസ്ഥയൊന്നുമല്ല അവിടെ, ടൈൽസ് പതിച്ച അവസ്ഥയല്ല. അന്ന് ആ മലകൾ അങ്ങനെ ആണ്. ആ മലകളിലാണ് ഈ നഗ്നബാധയായിട്ട് എന്ത് ചെയ്യുന്നത്, അവർ ഓടുന്നത്. ഇന്ന് നമുക്കവിടെ മല ചിന്തിക്കാനില്ല. അന്ന് സഫ എന്ന് പറഞ്ഞാൽ ഉയരമുള്ള മലയാണ്, മർവ എന്ന് പറഞ്ഞാൽ ഉയരമുള്ള മലയാണ്, അതിനിടയിൽ വാദിയാണ്. ആ വാദി എത്രയേ ഉള്ളൂ? ആ വാദി ഇന്ന് നമ്മൾ പച്ച അടയാളം കാണുന്നുണ്ടല്ലോ, ഓടുന്ന സ്ഥലം. ആ പച്ച അടയാളമുള്ള സ്ഥലം, ഇന്ന് നമ്മൾ ഓടുന്ന സ്ഥലം അതേ നിരപ്പായിട്ടുള്ളൂ. ആ സ്ഥലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മല തുടങ്ങുകയാണ് സഫ. അന്ന് മർവ അതിലേറെ ഉയരത്തിൽ, മർവയാണ് ഏറ്റവും കൂടുതൽ ഉയരം വരിക.
ആ ഓടുന്ന സ്ഥലം മാത്രമേ വാദിയുള്ളൂ. വെള്ളം വന്ന് രണ്ട് മലകൾക്കിടയിലുള്ള ആ ജലം ഒഴുകുന്ന ഭാഗത്ത് കുറച്ചേ ഉള്ളൂ. ഇന്ന് ആ പച്ച സ്ഥലം നമ്മൾ ഓടുന്ന സ്ഥലമേ ഉള്ളൂ. ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുട്ടിയുടെ അടുക്കൽ നിന്ന് സഫയുടെ അടുക്കലേക്ക് വന്ന്, എന്നിട്ട് സഫ കയറി. എത്ര ദൂരം? എന്നിട്ട് മുകളിൽ ചെന്ന് നോക്കി, ആരും കാണുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവർ ഓടുകയാണ്. കാരണം ഒരു മല കയറുമ്പോൾ കുട്ടീനെ കാണുന്നുണ്ട്, പക്ഷേ മലിൻ്റെ അടിയിൽ തിന്നി കുട്ടീനെ കാണില്ല. അതുകൊണ്ടാണ് ഓടുന്നത് മറുവയിലേക്ക്. പിന്നെ മറുവ കയറുകയാണ്, കുട്ടീനെ നോക്കിയിട്ടാണ് അവർ ഓടുന്നത്. അപ്പോൾ കുട്ടീനെ കാണുന്നുണ്ട്, മറുവയിലേക്ക് അവർ നടന്ന് കയറുകയാണ്. എന്നിട്ട് അവിടെയും നോക്കുകയാണ്, അവിടെ ആരും കാണില്ല. അപ്പുറത്തേക്ക് നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ? ആരും കാണുന്നില്ല. അവർ വീണ്ടും ഇറങ്ങുന്നു. എത്ര തവണ കയറി ഇറങ്ങി? അത് ഇവിടെ കയറുന്നത് ആ കല്ലുകളുടെ അവസ്ഥ, മലൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സഫയും മറുവയും അങ്ങനെ സാഹസപ്പെട്ട് 7 തവണ അല്ലേ കയറി ഇറങ്ങിയതിൽ പിന്നെയാണ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം. മലക്ക് ജിബ്രീൽ അവരെ ശരീരം കേൾക്കുന്നത്, പിന്നീട് ജിബ്രീൽ തന്നെ തൻ്റെ മടമ്പ് കൊണ്ട് കുഴിച്ച് വെള്ളം നിർഗളിപ്പിക്കുന്നത് ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അപ്പോൾ അതാണ് പിന്നെ പരീക്ഷണം മൂക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രതീക്ഷിക്കാം പഠിച്ചവൻ്റെ സഹായവും ആശ്വാസവും വരും എന്നുള്ള വിഷയം. ഏതായാലും അതാണ് ഇവിടെ നമ്മൾക്ക് പഠിപ്പിക്കപ്പെടുന്നത്. ഇദസ്തൈ അസർ റുസുലു വദന്നു അന്നഹും ഖദ് കുദിബു ജാഅഹും നസ്റുന. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, റസൂൽമാർ കളവാക്കപ്പെട്ടു. ആരാൽ കളവാക്കപ്പെട്ടു? സ്വന്തം അനുയായികളാൽ കളവാക്കപ്പെട്ടു. അത് വലിയൊരു ടെൻഷനാണ്. ഇത്രയും മറ്റുള്ളവരുടെ എതിർപ്പും ഒക്കെ കേട്ടിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായതാണ്. അവരും തന്നെ കളമാക്കുന്നൊരവസ്ഥ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹത്തൈ അസറുസുറു വദന്നു അന്നഹും ഖദ് കുദിബു എന്നുള്ളിടത്ത് നമ്മൾ പറഞ്ഞു കുദിബു എന്നുള്ളതാണ് ആയിഷ റളിയല്ലാഹു തആലയുടെ ഖിറാഅത്ത്. ആ ഖിറാഅത്ത് പ്രകാരമാണ് നമ്മളിവിടെ അർത്ഥം വെച്ചത്, റസൂലുമാർ കളവാക്കപ്പെട്ടു എന്നുള്ളത്. ചിലർ പറഞ്ഞു കളവാക്കപ്പെട്ടത് അനുയായികളാലല്ല, പിന്നെയോ പ്രതിയോഗികളാൽ എന്നുള്ള അർത്ഥത്തിൽ കുദിബു. ഇവിടെ കുദിബു എന്ന ഖിറാഅത്ത് അതിലാണ് ഭയങ്കര ഇഷ്കാല്. കുദിബു എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറയപ്പെട്ടത് കളവാണ്, ഞങ്ങളോട് കളവ് പറയപ്പെട്ടു എന്നാണ് അപ്പോൾ ഒരർത്ഥം വരുന്നത്. അങ്ങനെയാകുമ്പോൾ അതെന്താ? ഇവിടെ ഇദസ്തൈ അസർ റുസുൽ, റസൂൽമാർ നിരാശപ്പെട്ടു. വദന്നു, റസൂൽമാർ വിചാരിച്ചു. അന്നഹും ഖദ് കുദിബു, റസൂലുമാർ ഖദ് കുദിബു, ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതിൽ കളവാക്കപ്പെട്ടു എന്ന് റസൂൽമാർ വിചാരിച്ചു എന്നർത്ഥം പറഞ്ഞാൽ അതെന്താ? വലിയ തെറ്റല്ലേ? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ട് അള്ളാഹിൻ്റെ സഹായം വരും, വിജയം ഉണ്ടാകും എന്നുള്ളത് ഖദ് കുദിബു, ഞങ്ങളോട് പറയപ്പെട്ടത് കളവാണ് എന്ന് റസൂലുമാർ ബന്നു എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം ഇതിന് വരുമോ എന്നുള്ള പേടിയാണ് ആയിഷ റളിയല്ലാഹു തആലക്ക്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു റസൂലും അങ്ങനെ എന്ത് ചെയ്യില്ല, തന്നോട് വാഗ്ദാനം ചെയ്തത് കളവാണെന്ന് വിശ്വസിക്കൂല, പറയില്ല എന്ന്. അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് ആയിഷ റളിയല്ലാഹു തആല ഉർവയോട് പറഞ്ഞ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാന്റെ ഖിറാഅത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഖിറാഅത്ത് ഇങ്ങനെയല്ല, കുസിബു എന്നാണ് ഹദീസ് തിരുത്തി. പക്ഷെ അവിടെ അതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ബന്നു എന്നതിൻ്റെ അർത്ഥമാണ്. ദന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ ദന്നു എന്ന് പറഞ്ഞാൽ തവഹമ എന്നർത്ഥമുണ്ട്. അതായത് പിന്നെ തവഹമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടല്ലോ, തോന്നൽ വന്നു പോലും. ഇപ്പോൾ ഒരാൾ ഒരു പീഡനത്തിനും ഇങ്ങനത്തെ ഒരു അവസ്ഥക്കും വിധേയമാകുമ്പോൾ അയാൾക്ക് തോന്നിപ്പോയി എന്ന് വിചാരിച്ചാൽ അതൊരു കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉറപ്പിച്ചു, ഊഹിച്ചു എന്നർത്ഥമുള്ളത് പോലെ തന്നെ ഭാവിച്ചു, തോന്നിപ്പോയി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ റസൂൽമാർക്ക് തോന്നിപ്പോയി അന്നഹും ഖദ് കുദിബു, ഈ പീഡനം അസഹ്യമായപ്പോൾ പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് വന്ന വാഗ്ദാനം അത് കളവാക്കപ്പെട്ടോ എന്ന് തോന്നിപ്പോയി എന്നാണ്. അതും ഒരു പറയേണ്ടതില്ല, നബിമാരുടെ മക്കാമിന് ചേരുന്ന ഒരു വിഷയമല്ല അത് അങ്ങനെ. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ ഖിറാഅത്ത് പ്രകാരം ഇത്രയേ ഉള്ളൂ. വദന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ വിചാരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ റസൂലുമാരല്ല, പിന്നെയോ
അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലി തന്നെ ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം അവരാണ് വന്നു അവർ വിചാരിച്ചു അന്നഹും ഖദ് കുദിബു ഈ റസൂലുമാർ ഞങ്ങളോട് പറഞ്ഞത് കളവാണ് എന്ന്. റസൂലുമാർ തങ്ങളോട് പറഞ്ഞതിൽ കളവാണ് പറഞ്ഞത് എന്ന് അവർ വിചാരിച്ചു. അതാണ് അവിടെ പറഞ്ഞത്. ജാഅഹും എന്നുള്ളടത്ത് റസൂലുമാർ, കാരണം റസൂലുമാർ ഇതാണല്ലോ. ഇദസ്തൈ അസർ റസൂലു ഇത് ഷർത്താണ്. ജാഅഹും നസ്റുന അതതിൻ്റെ ജവാബാണ്. അപ്പോൾ ഇവിടെ റസൂൽമാർ എന്നുള്ളതിൽ ഇഷ്കാലില്ല. ജാഅഹും റസൂൽമാർക്ക് വന്നു നസ്റുന നമ്മുടെ സഹായം. പക്ഷേ ഇവിടെ ഈ വന്നു അന്നഹും ഖദ് കുദിബു എന്നുള്ളിടത്ത് ഉള്ള വിഷയമാണ് അത്. പിന്നെ ഈ ശത്രുക്കൾ അവർ വിചാരിച്ചു അന്നഹും ഖദ് കുദിബു ഈ റസൂൽമാരാൽ ഞങ്ങളോട് പറഞ്ഞത് കളവാണ് എന്ന്. അല്ലെങ്കിൽ നബിമാരുടെ അനുയായികൾ അവർ വിചാരിച്ചു അന്നഹും ഖദ് കുദിബു ഈ റസൂലുമാർ ഞങ്ങളോട് പറഞ്ഞത്, അതായത് അള്ളാഹുവിൽ നിന്ന് സഹായം വരും, അള്ളാഹുവിൽ നിന്നുള്ള വിജയം വരും, ശത്രു പരാജയപ്പെടും എന്നുള്ള ഈ വർത്തമാനങ്ങളൊക്കെ അതൊക്കെ എവിടെ? അപ്പോൾ റസൂൽമാരുടെ അനുയായികൾ തന്നെ റസൂൽമാരെ കുറിച്ച് ഞങ്ങളോട് ഈ പറഞ്ഞത് ശരിയല്ല, കളവാണി എന്ന് ധരിക്കുന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് ഖിറാഅത്തിൻ്റെ വിഷയമാണ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ തഫ്സീർ അത് തന്നെയാണ് ശരിക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ദേശിക്കുന്നത്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചില റിവായത്തുകളെ വിഷയത്തിലുണ്ട്. ഞാൻ തഫ്സീർ തബരിയിലുള്ള നിവേദനങ്ങൾ നോക്കിയപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തഫ്സീർ പ്രകാരമുള്ള അതാണ് കൂടുതൽ ശരി. ഇവിടെ അപ്പം നമുക്ക് അതന്നെ അർത്ഥം പറയാം. ഹത്താ ഇസ്തൈ അസർ റസൂൽമാർ തീർത്ത് നിരാശപ്പെടുകയും വദന്നു ഈ റസൂൽമാർ ഉറപ്പിക്കുകയും ചെയ്തു. എന്ത്? അന്നഹും ഖദ് കുദിബു എന്നർത്ഥത്തിൽ. അന്നഹും ഖദ് കുദിബു തങ്ങൾ കളവാക്കപ്പെട്ടു എന്ന കാര്യം. അനുയായികളാൽ അല്ലെങ്കിൽ പ്രതിയോഗികളാൽ തങ്ങൾ കളവാക്കപ്പെട്ടു എന്ന് റസൂലുമാർ ഉറപ്പിക്കുകയും ചെയ്തപ്പോൾ ജാഅഹും നസ്റുന നമ്മളുടെ സഹായം അവർക്ക് വന്നെത്തി. അള്ളാഹ് പറയാണ് അങ്ങനെ നുജിയ മന്നശാന നാം ഉദ്ദേശിക്കുന്നവർ നുജിയ രക്ഷപ്പെട്ടു നുജിയ. അവിടെ നുജിയ എന്നും ഖിറാഅത്തുണ്ട്, നുജിയ എന്നും ഖിറാഅത്തുണ്ട്. നുജിയ മന്നസ എന്നുണ്ട്, നുജിയ മന്നശ രണ്ടു പര്യാർത്ഥത്തിൽ രക്ഷപ്പെടുത്തപ്പെട്ടു. നാം ഉദ്ദേശിക്കുന്നവർ രക്ഷപ്പെടുത്തപ്പെട്ടു. വലായുറദ്ദു ബഅസുന നമ്മളുടെ ശിക്ഷ ചെറുക്കപ്പെടുകയില്ല അനിൽ ഖൗമിൽ മുജ്രിമീൻ. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭവിക്കുക തന്നെ ചെയ്യും. അത് ഒരാൾക്കും ചെറുക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. ഖലാസ് ഇത് മതി ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഈ ആയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പിന്നീട് സുഹൃത്തുമായി ബന്ധപ്പെട്ട് പറയേണ്ട അടുത്ത ആഴ്ച ബിഇദ്നില്ലാഹ്.